മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടുപേരും കഅബ നിർമ്മിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ല, അള്ളാഹു പറഞ്ഞതുപോലെയാണ്. അള്ളാഹുവിന്റെ വഹയിനാൽ റബ്ബ് പറഞ്ഞതുപോലെയാണ് ഓരോ കല്ലും പടുത്തത്. എന്നിട്ടോ അവസാനം എന്താ ചെയ്തത്? ആഘോഷിക്കാണോ ഇത്? പിന്നെയോ റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഈ ആയത്ത് പാരായണം ചെയ്ത് മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഉഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാ, അദ്ദേഹം കരയുകയുണ്ടായി. ഈ ആയത്ത് പാരായണം ചെയ്ത് കരയുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയുന്നു, ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഉറ്റമിത്രം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഭവനമാണ് നിർമ്മിക്കുന്നത്, സ്വന്തം വീടല്ല. പിന്നെയോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിർമ്മിക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ പറയുകയാണ്, അള്ളാഹുവെ സ്വീകരിക്കണേ. നമ്മളോ നേരെ തിരിച്ചാണ്. 100-ൽ 100 മാർക്ക് കിട്ടിയിട്ട് വിജയിച്ചടക്കിയതുപോലെയാണ് നമ്മൾ ഓരോ ഇബാദത്തിൽ നിന്നും വിരമിക്കുക. എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ പ്രവർത്തിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സിൽ പേടിയുണ്ടാവും. അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, തീർച്ചയായും അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്, സുറാഅത്തുള്ളവരാണ്, വേഗത്തിൽ ധൃതിപ്പെട്ട് മുന്നേറും. വയദഊനനാ റഹബൻ വറഗബൻ, അതോടൊപ്പം പേടിയോടെയും ഭയത്തോടെയും പ്രതീക്ഷയോടെയും നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നബിമാരെങ്ങനെയാണ്?